സാവർക്കർക്ക് ഭാരതരത്നം നൽകണം. അങ്ങനെയാണെങ്കിൽ ആ പുരസ്കാരത്തിന്റെ കീർത്തി ഒന്നുകൂടി മെച്ചപ്പെടും. പറയുന്നത് RSS മേധാവിയായ മോഹൻ ഭാഗവത. RSSന്റെ പ്രഭാഷണ പരമ്പരയിലാണെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞത്. സാർ എങ്ങനെ അതിനെ കാണുന്നത്? അതായത് അദ്ദേഹം ഈ സംഘശതാബ്ദി പ്രഭാഷണം ഡൽഹിയിൽ നടക്കുമ്പോഴാണ് സർസംഘ ചാലക് മോഹൻ ഭാഗവത് പറഞ്ഞത്, ഭാരതരത്നം സാവർക്കർക്ക് കൊടുത്താൽ അതിന്റെ മഹിമ കൂടും എന്ന് മോഹൻ ഭാഗവത് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ കമ്മിറ്റിയിൽ ഇല്ല, ഭാരതരത്നം തീരുമാനിക്കുന്ന കമ്മിറ്റിയിൽ ഞാനില്ല, അത് ആ കമ്മിറ്റിയിൽ ഉള്ളവരെ കണ്ടാൽ ഞാൻ ചോദിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. സത്യത്തിൽ ഇതിനങ്ങനെ കമ്മിറ്റിയൊന്നുമില്ല. പ്രധാനമന്ത്രി വിചാരിച്ചു കഴിഞ്ഞാൽ കൊടുത്തത് തന്നെ. അങ്ങനെയാണ് അതിന്റെ സംഭവം. എന്ന് പറഞ്ഞാൽ മോദിയെ കാണുമ്പോൾ ചോദിക്കാം എന്നായിരിക്കും മോഹൻ ഭാഗവത് ഉദ്ദേശിക്കുന്നത്. ഇത് മഹാരാഷ്ട്രയിലെ 2019 തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊടുക്കാനായിട്ടൊക്കെ ഒരു ധാരണയൊക്കെ ഉണ്ടായിരുന്നതാണ്. കാരണം ഒരു മറാത്ത വികാരം ആളിപ്പടരുമല്ലോ. മറാത്ത വലിയ വീരനല്ലേ അദ്ദേഹം. അവരെ സംബന്ധിച്ച് മഹാരാഷ്ട്രയിൽ പോയി രാഹുൽ ഗാന്ധിക്ക് സവർക്കർക്കെതിരെ ഒന്നും പറയാനൊന്നും പറ്റില്ലല്ലോ, ഇവരറിയും. കോൺഗ്രസ് MP ഇമ്രാൻ മസൂദ് ഈ മോഹൻ ഭാഗവത് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ MP ഇമ്രാൻ മസൂദ് ചോദിച്ചു, സാവർക്കർ എന്ത് ചെയ്തിട്ടാണ്? ദ്വിരാഷ്ട്രവാദം പറഞ്ഞിട്ടാണ്? ഇന്ത്യ വിഭജനത്തിന്റെ കൂടെ നിന്നിട്ടാണ്? എന്താണ് രാഷ്ട്രത്തിനുള്ള സംഭാവന എന്ന് അയാൾ ചോദിച്ചു. അതായത് വിവരമില്ലാഞ്ഞിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ NDA സർക്കാരിൻ്റെ കാലത്ത് ആദ്യം വാജ്പേയി ഇങ്ങനൊരു ഇത് ഉന്നയിച്ചിരുന്നതാണ്. 2015 ശിവസേനയുടെ രാജ്യസഭാ അംഗം സഞ്ജയ് റാവത്ത് മോദിക്ക് എഴുതിയിരുന്നു മറ്റേ സാവർക്കർക്ക് ഇത് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ മുൻ സർക്കാരുകളുടെ തെറ്റ് തിരുത്തുക എന്നാണ് സഞ്ജയ് റാവത്ത് പറഞ്ഞത്. മുൻ സർക്കാരുകൾ മനഃപൂർവ്വം തഴഞ്ഞതാണെന്നും സഞ്ജയ് റാവത്ത് ആ കത്തിൽ പറഞ്ഞിരുന്നു. സഞ്ജയ് റാവത്ത് പറഞ്ഞത് ശരിയാണ്. എന്താണെന്ന് വെച്ചാൽ 1963 രാഷ്ട്രപതി S രാധാകൃഷ്ണൻ പഞ്ചാബിൽ നിന്ന് ഹിന്ദു മഹാസഭയുടെ ഘടകം, പഞ്ചാബ് ഘടകം, രാഷ്ട്രപതി S രാധാകൃഷ്ണന് കത്തെഴുതിയിരുന്നു, സാവർക്കർക്ക് ഭാരതരത്നം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. നെഹ്റുവാണ് അതിന് തടയിട്ടത്. നെഹ്റു S രാധാകൃഷ്ണൻ എഴുതി. സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യകാലത്തൊക്കെ സാവർക്കർക്ക് നല്ല സംഭാവന, നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം വിവാദ പുരുഷനായി. അതുകൊണ്ട് നമ്മൾ കൊടുക്കേണ്ടതില്ല. അതുകൊണ്ട് ഈ ഹിന്ദു മഹാസഭ പഞ്ചാബ് ഘടക രാഷ്ട്രപതി രാധാകൃഷ്ണൻ എഴുതിയ കത്തും കൂടി അദ്ദേഹം ഉൾക്കൊള്ളിച്ചിരുന്നില്ല. അപ്പൊ ഈ നെഹ്റു ആണ് ശരിക്കും അതിനെ എതിർത്തത് അല്ലേ? നെഹ്റു എന്നിട്ട് രാധാകൃഷ്ണൻ എഴുതിയപ്പോൾ ഞാൻ ഈ കത്തും കൂടി തിരിച്ചയക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അത് ചെയ്തത്. അപ്പോൾ ഇത് അതുമായി ബന്ധപ്പെട്ട് ഈ നെഹ്റു ആർക്കൈവ്സ് സമീപകാലത്ത് തുറന്നിട്ടുണ്ടല്ലോ, നെഹ്റുവിൻ്റെ കത്തിടപാടുകൾ. ഇതുമായി ബന്ധപ്പെട്ട് പല കത്തിടപാടുകളും നമുക്ക് കാണാം. സാവർക്കറോടുള്ള വിരോധം നെഹ്റുവിനേക്കാൾ ബുദ്ധിയും വിവരമുള്ള ആളുകളെ ഒന്നും നെഹ്റുവിന് ഇഷ്ടമല്ലായിരുന്നല്ലോ. അതാണ് VK കൃഷ്ണമേനോനെ കൊണ്ടു കിടന്നുകൊണ്ടിരുന്നത്. 1963 ജൂണിൽ രാഷ്ട്രപതി രാധാകൃഷ്ണൻ ഡെറാഡൂണിൽ നിന്ന് നെഹ്റുവിന് കത്തെഴുതി. അപ്പോൾ അതിനുള്ള മറുപടിയായിട്ടാണ് നെഹ്റു രാധാകൃഷ്ണൻ എഴുതിയത്. ഇങ്ങനെയാണ് എഴുതിയത്: അങ്ങയച്ച കത്ത് ഞാൻ മടക്കുന്നു. സാവർക്കർ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യകാലത്ത് നല്ല പങ്കുവഹിച്ചു. അതിനുശേഷം വിവാദ പുരുഷനായി. പഞ്ചാബ് ഹിന്ദു മഹാസഭാ ഘടകത്തിന്റെ നിർദ്ദേശം സ്വീകരിക്കാൻ ആവില്ല, റിജക്റ്റ് ചെയ്യാൻ ആ നിർദ്ദേശം. 1966 സാവർക്കർ മരിച്ചു പോകുന്നത്. അതിന് 3 കൊല്ലം മുമ്പേ, എന്ന് പറഞ്ഞാൽ 90 വയസ്സൊക്കെ സാവർക്കർക്ക് ആയ ഘട്ടത്തിലാണ് ഈ നിർദ്ദേശം വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് നാഷണൽ ഡിഫൻസ് അക്കാഡമി ഉണ്ടല്ലോ, പൂനെയിൽ ഖഡക്വാസല, ഞാൻ പോയിട്ടുള്ള സ്ഥലമാണത്. അവിടെ ഈ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലേക്ക് സാവർക്കറെ ക്ഷണിച്ചിരുന്നു. അത് നെഹ്റു അറിഞ്ഞില്ല. നെഹ്റു അറിഞ്ഞത് ക്ഷണിച്ച ശേഷമാണ്. അപ്പൊ പ്രതിരോധ മന്ത്രി VK കൃഷ്ണമേനോനെ അങ്ങനെ ക്ഷണിക്കേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നെഹ്റു കത്ത് സാവർക്കറെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലേക്ക് ക്ഷണിക്കേണ്ടിയിരുന്നില്ല.
1960 ആ സംഭവം ഈ ഭാരതരത്നം നിർദ്ദേശത്തിന് മുമ്പാ. അപ്പൊ നെഹ്റുവിന് സാവർക്കറോടുള്ള വിദ്വേഷം പ്രകടമാക്കുന്ന വേറൊന്നാണത്. 1961 ജാനുവരി 18 വി കെ കൃഷ്ണമേനോന് കത്തെഴുതിയിരിക്കുന്നത് നെഹ്റു. നാഷണൽ ഡിഫൻസ് അക്കാദമിയിലേക്ക് ക്ഷണിച്ചോ എന്ന് ചോദിച്ചിട്ടാണ് കത്ത്. ക്ഷണിക്കുകയും സവർക്കർ ആ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തെങ്കിൽ അതങ്ങനെ നടന്നോട്ടെ. അദ്ദേഹത്തിനെ ക്ഷണിച്ചു, അദ്ദേഹം ക്ഷണം സ്വീകരിച്ചു എങ്കിൽ നമ്മളത് ഇപ്പോൾ തടഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ വിവാദ വിഷയമാവും. അങ്ങനെ പുകിലുണ്ടാക്കണ്ട. ക്ഷണിക്കുകയും അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തെങ്കിൽ ആ ക്ഷണങ്ങ് നടന്നോട്ടെ എന്നാണ് കത്തെഴുതിയിരിക്കുന്നത്. എന്നാലും അത് വേണ്ടിയിരുന്നില്ല എന്ന് നെഹ്റു കത്തിൽ പറയുന്നുണ്ട്. ഏതായാലും ക്ഷണിച്ച സ്ഥിതിക്ക് നാഷണൽ ഡിഫൻസ് അക്കാദമി ഒന്ന് ചുറ്റി കാണിച്ചേക്കും. അദ്ദേഹത്തിന് ഒരുപാട് വയസ്സായി, 90 തോന്നുന്നു നെഹ്റുവിൻ്റെ കത്ത. എന്നിട്ട് ഈ നമ്മുടെ ബാൽ ഗംഗാധർ തിലകിൻ്റെ കൊച്ചുമകൻ JS തിലക്, അദ്ദേഹം മഹാരാഷ്ട്രയിലെ ശിവാജി നഗറിൽ നിന്ന് MLA ആയിരുന്നു. മഹാരാഷ്ട്രയില് കേസരിയുടെ പത്രാധിപരുമായിരുന്നു. ബാൽ ഗംഗാധർ തിലക് പത്രാധിപരായിരുന്നല്ലോ കേസരിയുടെ. അത് പിന്നെ നടക്കുമ്പോൾ അതിൻ്റെ പത്രാധിപരായിരുന്നു കൊച്ചുമകൻ JS തിലക്. അപ്പൊ ഈ കേസരി പത്രാധിപരും MLAയുമായ JS തിലക് ഈ സെല്ലുലർ ജയിലുണ്ടല്ലോ, ആൻഡമാനില് സാവർക്കർ കിടന്നിരുന്ന സെല്ലുലർ ജയിൽ, അത് സാവർക്കർ സ്മാരകമാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കത്തെഴുതിയിരുന്നു നെഹ്റുവിന്. അതും നെഹ്റു റിജക്റ്റ് ചെയ്തു. എന്നിട്ട് 1961 ജനുവരി 8 തിലക് ഇതൊരു സ്മാരകമാക്കണം എന്ന് പറഞ്ഞിട്ട് നെഹ്റുവിന് കത്തെഴുതുന്നത്. ഒരാഴ്ച കഴിഞ്ഞ് ജനുവരി 15 JS തിലകിന് നെഹ്റു മറുപടി അയച്ചു. ഇത് ഇന്ത്യയിൽ പല ജയിലുകളിലും പല മഹാന്മാരും കിടന്നിട്ടുണ്ട്. പറഞ്ഞാൽ നെഹ്റുവും കിടന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ജയില് നെഹ്റുവിൻ്റെ സ്മാരകമാക്കാനൊന്നും പറ്റില്ലല്ലോ എന്നുള്ളതാണ്. അങ്ങനെ പലയിടത്തും പല മഹാന്മാരും കിടന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്മാരകമാക്കേണ്ടത് ആവശ്യമില്ല. സെല്ലുലർ ജയിൽ ഇടിച്ചു നിരത്താനാണ് ഞങ്ങളുടെ തീരുമാനം. അങ്ങ് അതിൻ്റെ കൂടെ നിൽക്കുമല്ലോ. അങ്ങനെ പറയുന്നത് സെല്ലുലർ ജയിൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കാലത്ത് സാവർക്കറുടെ സ്മാരകമാക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. അവനിത് ഇടിച്ചു നിരത്തിയാക്കാം എന്നാണ് നെഹ്റു തീരുമാനിച്ചത്. അപ്പോൾ പിന്നീട് ജനതാ സർക്കാർ വന്നല്ലോ 1977. 1979 ഫെബ്രുവരിയിൽ മൊറാർജി ദേശായി പോയിട്ട് അത് ദേശീയ സ്മാരകമാക്കി സെല്ലുലർ ജയിൽ. ഇത് മറ്റേ അമിത്ഷായും മോഹൻ ഭാഗവത് കഴിഞ്ഞ കൊല്ലം ഡിസംബറിൽ ആൻഡമാനിൽ ചെന്നിട്ട് സാവർക്കറുടെ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്തിട്ടുണ്ട്. അതെ, തെക്കൻ ആൻഡമാനിൽ സാവർക്കറുടെ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് തന്നെ അദ്ദേഹം തടവ് ശിക്ഷ അതായത് നമ്മുടെ നെൽസൺ മണ്ടേല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തടവ് ശിക്ഷ രാജ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ. അർഹിക്കുന്ന ഒരു ബഹുമതി അന്ന് തന്നെ നമ്മൾ മറ്റേ അവിടെ ഒരു പ്രതിമ വന്നിട്ട് കഴിഞ്ഞല്ല, അത് തന്നെ വലിയ സ്മാരകമാണല്ലോ. അപ്പോ ഇനിയും ഇപ്പൊ മോഹൻ ഭാഗവത് പറഞ്ഞിട്ടുണ്ടല്ലോ മറ്റേ ഇത് ഭാരതരത്ന കൊടുക്കാനുള്ള അവസരം ചിലപ്പോൾ ഇതായിരിക്കാം, കൊടുക്കേണ്ടതുമാണ്. അത് തടഞ്ഞത് നെഹ്റുവാണ്. അതാണ് ആ ഒരു ഭൂതകാല കഥയും കൂടി നമ്മുടെ പ്രേക്ഷകരെ അറിഞ്ഞിരിക്കണമല്ലോ. തെറ്റ് തിരുത്തുക. അപ്പൊ വീർ സവർക്കറെ കുറിച്ചിട്ട് വലിയ തോതിൽ ഈ കുപ്രചരണങ്ങളൊക്കെ അഴിച്ചുവിടുന്നുണ്ടല്ലോ. ഇപ്പൊ കോൺഗ്രസ് ആയിക്കോട്ടെ, പ്രതിപക്ഷ കക്ഷികളായിക്കോട്ടെ. അപ്പൊ അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് ഈ ഭാരതരത്നം കൂടി നൽകി കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ കുരു പൊട്ടി ഒലിക്കുന്ന ഒരവസ്ഥയിലേക്ക് പൊട്ടണമല്ലോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും സാവർക്കർ ആരാണെന്ന് അറിയാമായിരുന്ന കൂട്ടരാണ് ഈ കമ്മ്യൂണിസ്റ്റുകൾ. മുമ്പ് നമ്മൾ ചർച്ചകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, സാവർക്കർ MP ആയിരുന്നില്ലല്ലോ. പക്ഷെ
അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ഉം. അസാധാരണമാം വിധം അവിടുത്തെ അതെ. കമ്മ്യൂണിസ്റ്റ് അംഗങ്ങൾ പാർലമെന്റില് ചരമോപചാരം നമ്മൾ അർപ്പിക്കുന്നത്. നടത്തണം, പ്രസംഗങ്ങൾ വേണം എന്ന് കിരൺ മുഖർജി കമ്മ്യൂണിസ്റ്റ് നേതാവ് ആണ് ആവശ്യപ്പെട്ടത്. AKG അതിന് പിന്താങ്ങി. അവരാണ് ആവശ്യപ്പെട്ടത്. അദ്ദേഹം സെല്ലുലാർ ജയിലിൽ നിന്ന് വിട്ടയച്ചിട്ട് പിന്നെ വീട്ടുതടങ്കലിലായിരുന്നു രത്നഗിരിയിൽ. അതെ. പക്ഷെ അദ്ദേഹം കപ്പലിൽ വന്ന് ഇറങ്ങുമ്പോൾ ബോംബെയില് ഉം. ബോംബെ മേയറായിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് SS ബിറാജ്കർ ആണ് സ്വീകരിച്ചത് ഉം. സാവർക്കറിനെ. അപ്പൊ സാവർക്കറിന്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരു ഖണ്ഡികയുണ്ടല്ലോ, EMS എഴുതിയില്ല, അദ്ദേഹം മാനായ വിപ്ലവകാരിയാണ് എന്ന് പറഞ്ഞിട്ട്. ഉം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ മറ്റേ പിടികൂടി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഫ്രഞ്ച് തീരത്തിന്റെ തൊട്ടപ്പുറത്ത് മാഴ്സെയിൽസിൽ അദ്ദേഹം കപ്പലിൽ നിന്ന് ചാടി നീന്തി രക്ഷപ്പെടാൻ ശ്രമിച്ച ആളല്ലേ. അതെ. പിന്നീട് അവിടെ വെച്ച് ഇതൊക്കെ വലിയ വീരകൃത്യങ്ങളല്ലേ. അങ്ങനെയാണ് അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലൊരു ഇതിഹാസ നായകനായിട്ട് നിൽക്കുന്നത്. 1857 സമരത്തിന് മറ്റേ ബ്രിട്ടീഷുകാർ പുച്ഛിച്ചിട്ടാണല്ലോ ശിപായി ലഹള എന്ന് വിളിച്ചിരുന്നത്. അതെ, ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയാതെ അല്ലേ? അതിനെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ആദ്യം വിളിക്കുന്നത് സാവർക്കറാണ്. പുസ്തകം എഴുതുന്നത് 26 വയസ്സുള്ളപ്പോ. ആ പുസ്തകം നിരോധിക്കുകയൊക്കെ ചെയ്തിരുന്നല്ലോ. ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ അതിന്റെ കഴുത്ത് പ്രതി കണ്ടുകിട്ടാനും ഒക്കെ നടന്നിരുന്നവരാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഈ മാഴ്സെയിൽ സംഭവം പറഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് വിട്ടുകൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടേ ബ്രിട്ടന് ഫ്രാൻസ് വിട്ടുകൊടുക്കുന്നതിനെ സംബന്ധിച്ച് അത് എവിടെയായിരിക്കണം തടവുകാരൻ, അതൊക്കെ വിട്ടുകൊടുക്കുന്നത് ശരിയാണോ എന്ന് പറഞ്ഞിട്ട് രാജ്യാന്തര കോടതിയിൽ കേസ് നടന്നു. കാൾ മാർക്സിന്റെ കൊച്ചുമകനാണ് സാവർക്കർക്ക് വേണ്ടി ഹാജരായത് അന്ന് ആ രാജ്യാന്തര കോടതിയിൽ. കമ്മ്യൂണിസ്റ്റുകാർക്ക് വിവരമില്ലാഞ്ഞിട്ടാണ് സാവർക്കർ ആരാണെന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഭാരതരത്നം കൊടുക്കുമ്പോൾ ഈ പൊട്ടാനുള്ള കുരുക്കളൊക്കെ പൊട്ടട്ടെ, ഭാരതരത്നം വരട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.